കോഴിക്കോട് നിന്നും മസ്കത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാറിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിലിറക്കി. 170ഓളം യാത്രക്കാരാണ് മണിക്കൂറുകളായി മുംബൈ വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. കോഴിക്കോട് നിന്നും മസ്കത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിനാണ് സാങ്കേതിക തകരാർ കണ്ടത്. തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം ഇറക്കുകയായിരുന്നു. 170ഓളം യാത്രക്കാരാണ് മണിക്കൂറുകളായി മുംബൈ വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയത്. പകരം മറ്റൊരു വിമാനം എത്തിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നാണ് എയർ ഇന്ത്യ വിശദീകരിച്ചത്. എന്നാൽ അതും വൈകി. ഇന്നലെ രാത്രി 11:30ക്കാണ് കരിപ്പൂരിൽ നിന്നും വിമാനം പുറപ്പെട്ടത്. 2:30ക്ക് മസ്കത്തിലേക്ക് എത്തേണ്ട വിമാനം 1:30യോടെ മുംബൈയിൽ ഇറക്കുകയായിരുന്നു. സാങ്കേതിക തകരാറുണ്ടെന്നും പരിഹരിച്ച ശേഷം യാത്ര തുടരുമെന്നായിരുന്നു എയർ ഇന്ത്യയുടെ വിശദീകരണം. പക്ഷേ മണിക്കൂറുകൾ പലതും നീണ്ടെങ്കിലും പരിഹാരമായില്ല. കൈക്കുഞ്ഞുങ്ങളുമായുള്ള സ്ത്രീകളടക്കം 170ഓളം യാത്രക്കാരാണ് എയർ ഇന്ത്യയുടെ ഈ അനാസ്ഥ കാരണം ദുരിതത്തിലായത്. എയർ ഇന്ത്യ താമസ സൗകര്യമോ ഭക്ഷണമോ നൽകിയില്ലെന്നും ഇവർ ആരോപിച്ചിട്ടുണ്ട്. സമയം വൈകിയതോടെ യാത്രക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാറ് പരിഹരിച്ചെങ്കിലും യാത്രക്കാർ അതേ വിമാനത്തിൽ മസ്കത്തിലേക്ക് പോകാൻ തയ്യാറാകാത്തതാണ് യാത്ര വൈകാൻ കാരണമായതെന്ന് എയർ ഇന്ത്യ പറയുന്നു. പകരം വിമാനം എത്തിച്ച് പ്രശ്നം പരിഹരിക്കും. മസ്കറ്റിൽ നിന്നും കണക്റ്റിംഗ് ടിക്കറ്റ് എടുത്തവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുമെന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.